നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ ഇടുക്കി ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ വെൺമണിക്ക് സമീപം ആനക്കുഴി എന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ, അദ്ദേഹം ഒരു ബിടെക് കഴിഞ്ഞ് എഞ്ചിനീയറും കൂടെയാണ്. 24 വയസ്സ് പ്രായമുള്ള അദ്ദേഹം കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. ഏത് സംരംഭമായാലും ആ സംരംഭം വിജയിക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ പുതുതലമുറ ആളുകൾ അത് ഏറ്റെടുക്കണം. ഏലം ആണ് നമുക്ക് ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം 27-ാം തീയതി മെയ് മാസം 2025 ഏകദേശം 500ഓളം ചുവട് ഏലമാണ് അദ്ദേഹം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ബൊമ്മി എന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് തട്ടകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജൈവ കൃഷിയിലെ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യണം. ജൈവ കൃഷി ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നല്ല. അതിനുള്ള കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയാൽ ജൈവകൃഷി നമുക്ക് വളരെ ലാഭകരമായിട്ട് യാതൊരു റിസ്ക്കും ഇല്ലാണ്ട് ഈ കൃഷി രീതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് പ്രത്യേകിച്ച് പുതുതായിട്ട് കൃഷി ചെയ്യുന്ന സംരംഭകർക്ക്, കൃഷിക്കാർക്ക് അത് ഉപകാരപ്പെടും. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് ഈ തട്ടയെല്ലാം നമുക്കിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഓർഗാനിക് ഇൻസെക്ടിസൈഡും ഫംഗിസൈഡും സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തണ്ടുതുരപ്പനും അങ്ങനെയുള്ള ഇൻസെക്റ്റുകളുടെയൊക്കെ ആക്രമണം ഈ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ അതിനെ നമുക്ക് തടയിടാനായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്രിയപ്പെട്ട കണ്ണനെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തെ എൻ്റെ വാക്ക് ഒന്ന് കേൾക്കാം. ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പിന്നെ അനുചേട്ടൻ്റെ സപ്പോർട്ടും എല്ലാം ഉള്ളതുകൊണ്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒക്കെ അനുചേട്ടൻ പറയും. അതെ അതെ, കണ്ണൻ്റെ അച്ഛനും അമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. അവരുടെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സോടുകൂടിയാണ് അവർ കണ്ണൻ ഈ കൃഷി ഇത് ഏറ്റെടുക്കുന്നത്, ഈ സംരംഭം ഏറ്റെടുക്കുന്നത്. അപ്പോൾ എന്ത് കാര്യവും നമുക്കൊരു കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കൃഷിക്ക് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് ഒന്നല്ല. പണ്ട് കാലങ്ങളാണ് കൂട്ടുകുടുംബമായിട്ടായിരുന്നു. അപ്പോൾ ഇപ്പം മാതാപിതാക്കളുടെ എല്ലാ സപ്പോർട്ടും, കട്ട സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു രീതി എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ കൃഷി മരുന്നുകളാണ്, ഓർഗാനിക് മരുന്നുകളാണ് ഇവിടെ നമുക്ക് മിക്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനുമ്പ് ഈ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? അപ്പോൾ ആദ്യം നമുക്ക് ഈ മിക്സ് ചെയ്യാനുള്ള മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുക MI പ്രൗഡ്, ഇന്ത്യാഗ്രോ ബ്രാൻഡിലുള്ള MI പ്രൗഡ് എന്ന് പറഞ്ഞ ഒരു ഉൽപ്പന്നമാണ്. ഇത് ഒരു ഓർഗാനിക് ഫംഗിസൈഡാണ്. ഈ ഫംഗിസൈഡിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് ജീവാണുക്കൾ, മൈക്രോബ്സുമായിട്ട് അത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗൽ രോഗങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലവും തണുപ്പുകാലം മഞ്ഞുകാലം ഒക്കെ വരുമ്പോഴത്തേക്കും അതിന് നമുക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മളൊരു 15 ലിറ്റർ വെള്ളത്തിലാണ് ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏകദേശം നമുക്ക് വേണ്ടത് ഒരു 10 മില്ലി MI പ്രൗഡാണ്. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഓർഗാനിക് ഇൻസെക്ടിസൈഡാണ്. ഇത് ഘാതക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഓർഗാനിക് തന്നെയാണ്. ഇത് നമുക്ക് തണ്ടുതുരപ്പൻ അങ്ങനെയുള്ള ആ പറപ്പുകളെയൊക്കെ അയറ്റി നിർത്താനും അതിൻ്റെ മുട്ടയൊക്കെ മാർജൻ ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഘാതക് നമുക്കിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 15 ലിറ്ററിന് നമുക്കിവിടെ ഒരു 10 മില്ലി മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ വൈറസ് പ്ലസ് എന്ന് പറയുന്നത്, കാരണം ഈ തട്ട പല ഭാഗങ്ങളിൽ നിന്ന്, ഇടുക്കി ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ കറ്റേ രോഗം അല്ലെങ്കിൽ മൊസൈക്ക് രോഗം, ചേനത്തണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാവാം. അപ്പം അവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അവയൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് പടരാണ്ടിരിക്കാനും, പ്രത്യേകിച്ച് വൈറസ് രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് നമ്മൾ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ അഡ്വാൻസ് ആയിട്ട് ഇന്ത്യാഗ്രോ ബ്രാൻഡിൽ തന്നെയുള്ള വൈറസ് പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളറിപ്പോൾ ഒരല്പം ഒരു 5 മില്ലി നമ്മൾ നല്ല നീമെണ്ണ, നമ്മുടെ വേപ്പെണ്ണ നല്ല ഇത് ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് ഫീൽഡിൻ്റെയാണ് ബ്രാൻഡ്. ഇതോടൊപ്പം ഇപ്പോഴത്തെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇന്ത്യാഗ്രോ ബ്രാൻഡിൽ തന്നെയുള്ള ഒരു നല്ലൊരു സ്പ്രെഡർ സ്റ്റിക്കർ ആയിട്ടുള്ള പശ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 15 ലിറ്ററിന് ഒരു 3-4 മില്ലി ധാരാളം മതിയാവും. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിക്സിങ്ങിലേക്ക് പോകാം. ഇവിടെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ബാക്കി നമുക്ക് ഇത് കൂട്ടാനുള്ളതാണ്, ഇത് മിക്സ് ചെയ്യാനുള്ളത്. ഇപ്പം സ്പ്രേ ചെയ്യാനുള്ളത് ഒന്നെടുക്കാം, അതിന് ശേഷം കൂട്ടെടുക്കാം. ശരി.